ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, പിന്നെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചു. ശരിക്കും ആ മെസ്സേജും കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ വീഡിയോ വരാത്തത് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാൻ എന്താ വെച്ചാൽ എനിക്ക് ഫൈനൽ സെം എക്സാംസ് ചെയ്യുന്നു. അതായത് ലോക്ക്ഡൗണിൻ്റെ മുന്നേ കഴിയേണ്ട എക്സാമാണ്. പക്ഷേ ലോക്ക്ഡൗണും കൊറോണ ഇഷ്യൂയും എല്ലാം കാരണം നീണ്ടു പോയി. പെട്ടെന്നാണ് പിന്നെ ഡേറ്റ് അനൗൺസ് ചെയ്തത്, ടൈം ടേബിൾ വന്നതും എല്ലാം പെട്ടെന്നേനു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 2 വർഷം ഏതായാലും നല്ല കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ്, അത്യാവശ്യം നല്ല ഇടങ്ങേറായിട്ടുണ്ട്. അപ്പോൾ ഇനി 4th സെമ്മും കൂടെ അല്ലേ ഉള്ളൂ, അതിനി ശ്രദ്ധിക്കാതെ വെള്ളത്തിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത്. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. കെൻസ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ചാനൽ നടത്തുന്നത്. അമന് കണ്ണ് കാണാൻ കഴിയില്ല, ഒരു ആക്സിഡൻറ്റിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആളൊരു വരുമാന മാർഗം എന്നുള്ള നിലക്കാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് ആളിടുന്നത്. അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ ആളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഫസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എക്സാം പ്രിപ്പറേഷനും പിന്നെ എക്സാമിന് പോണതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഫുൾ ഡേയും പിന്നെ ഒരു ഹാഫ് ഡേയും ആണ് വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ പഠിച്ച ആ ഒരു സെറ്റപ്പിൽ ഇരുന്നാൽ എനിക്ക് തലേ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അനീസ്ക വേഗം ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആവൽ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകാൻ പോവാണ്. ഇത് ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീലാണ്. ഈ ഓട്ട്മീൽ നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആക്കാനും പിന്നെ നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ചില ഫേസ് വാഷിനൊക്കെ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവും. ഇതിന് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മണം തന്നെ ഇല്ല ഇതിന്. പിന്നെ ഇത് സോപ്പ് ഫ്രീ ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ pH നിലനിർത്താനൊക്കെ ഈ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. ഇത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ആണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. സെൻസിറ്റീവ് സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും അങ്ങനെ ഏത് സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. ഇതിൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം ഇങ്ങനെ തുടച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നും. പക്ഷേ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സ്കിന്ന്. സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും യൂസ് ചെയ്യുക. ആദ്യം മുഖം ഒന്ന് വെള്ളം വെച്ചിട്ട് കഴുകുക, പിന്നെ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് അത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ട് തന്നെ കഴുകി കളയുക. അങ്ങനെ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് മുഖത്തുള്ള വെള്ളം മാത്രം ഇങ്ങനെ ഒപ്പിയെടുക്കുക. വല്ലാതെ ഇങ്ങനെ വലിച്ച് തുടയ്ക്കാനായിട്ട് നിൽക്കരുത്. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഇത് ന്യൂട്രിഡേമിൻ്റെ വിറ്റാമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. നമ്മളിതിപ്പോൾ ഏത് ടൈപ്പ് സ്കിന്നായാലും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഓയിലി സ്കിന്നുകാർ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യലാണ്. ഞാനും ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഓയിലി അല്ലേ, അപ്പം വേറെ ക്രീമൊന്നും വേണ്ട എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെയല്ല, ഏത് സ്കിന്നാണെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിനെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഓയിലി ആയിട്ടൊന്നും നിൽക്കില്ല, സാധാ പോലെ തന്നെയാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ആണ് സ്കിന്നിന്. പിന്നെ ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ എടുത്തപ്പോൾ കൂടിപ്പോയതാണ്. കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കാൻ പോവാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വല്ലാതെ ദാഹമൊന്നുമില്ല, അപ്പം വെള്ളം കൂടിയും കുറവാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അരിദോശയും സാമ്പാറുമാണ് ഉമ്മ ഉണ്ടാക്കുന്നത്.
ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനങ്ങനെ വല്ലാതെ അടുക്കളയിലേക്കൊന്നും കയറലില്ല. എന്നാലും ചെറിയ തോതിലൊക്കെ ഉമ്മനെ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യലുണ്ട്. പക്ഷേ ഇപ്പോൾ എക്സാം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്ത് കൊടുക്കലില്ല, എല്ലാം ഉമ്മ തന്നെയാണ് ചെയ്യൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഇപ്പം വീട്ടിലിരുന്ന് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം തടി വെച്ചിന്. അപ്പോൾ ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ എക്സാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനെന്തെങ്കിലും റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഇരുന്നിട്ട് പഠിക്കും. ഇതിപ്പോൾ ഞാൻ മെയിൻ പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ വേറൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുകയാണ്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സൊക്കെ പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വരും. പിന്നെ അവസാനം റിവിഷൻ ചെയ്യാൻ ഈ പേപ്പർ മാത്രം നോക്കിയാൽ മതി, ഫുൾ ടെക്സ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി റെഡിയാക്കി വെക്കുകയാണ്. ഉമ്മ അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇന്ന് എരുന്തും പടവലുമാണ് കറി വെക്കുന്നത്. ഇത് മത്തിൻ്റെ പഞ്ഞിയാണ്. അതിങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി പൊരിക്കാനും ഉണ്ട്. ചക്കുപ്പേരിക്ക് വേണ്ടിയിട്ട് ചക്ക മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ഈ ചോപ്പറിലിട്ടിട്ടാണ് അധികവും ഉപ്പേരിക്കുള്ളതൊക്കെ മുറിക്കൽ. ചക്കയും നല്ല പോലെ തന്നെ ഇതിൽ മുറിഞ്ഞ് കിട്ടും. ഇനി ഞാൻ പഠിത്തത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം 1 മണിക്കൂറൊക്കെ തന്നെ അടുപ്പിച്ചിരിക്കാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോഴേക്കിനും ഭയങ്കര മടുപ്പ് വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പോവും. പുറത്തിങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുളി കഴിഞ്ഞ് ഉച്ചക്ക് ചോറ് കഴിക്കുന്നവരെ എനിക്ക് റെസ്റ്റാണ്. ആ സമയം പഠിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഫോണിൽ യൂട്യൂബിലെ കമൻസ് നോക്കും, അല്ലെങ്കിൽ മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കും. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഉമ്മ പഞ്ഞി പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് പഞ്ഞി. പിന്നെ മത്തി പൊരിച്ചതുണ്ട്, ചക്കോപ്പേരി. ഇത് പച്ചമാങ്ങയിൽ ഉപ്പും മുളകും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ എരുന്തും പടവലും കറി വെച്ചതും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ളത്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് പഠിക്കും. അധിക സമയമൊന്നുമില്ല, അരമണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം തന്നെ ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് സമയം പോയിട്ട് കിടന്നുറങ്ങും. ഇപ്പോൾ സമയം ഏതാണ്ട് 5:30-6 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ മഴ മൂടി നിന്നിട്ട് ഭയങ്കര ഇരുട്ടായിട്ടുണ്ട്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് കാപ്പി കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചായ കുടിക്കാറുള്ളത്. കാപ്പി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. നാളെ ഫസ്റ്റത്തെ എക്സാം ആയതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം വേഗം തന്നെ റിവൈസ് ചെയ്തിട്ട് ബാഗൊക്കെ റെഡിയാക്കി വെക്കുകയാണ്.
ഇന്ന് രാത്രി ഭക്ഷണം സിലോൺ പൊറാട്ടയാണ്, അതിൻ്റെ കൂടെ എരുന്തിൻ്റെ കറിയും. ശരിക്കും ഈ സിലോൺ പൊറാട്ടയിലേക്ക് നമ്മൾ മുളകിട്ട കറി കൂട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. സിലോൺ പൊറാട്ടയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ അതിൽ നോക്കിയാൽ മതി. ഇനി ഞാൻ യൂണിഫോമൊക്കെ അയൺ ചെയ്തിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിനു. ബീങ് ഹിബയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കോളേജിൽ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അതെന്താ എല്ലാവർക്കും വേറെ സാരി, എനിക്കെന്താ വേറെ എന്നൊക്കെ ചോദിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ആ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ എനിക്ക് അലർജിയായി. നല്ല മെറ്റീരിയലൊക്കെ തന്നെയായിരുന്നു, പക്ഷേ എൻ്റെ സ്കിന്നിന് എന്തോ അത് പറ്റിയില്ല. അങ്ങനെ അലർജി ആയപ്പോൾ ഡോക്ടറെ കാണിച്ച് ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കോളേജിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ കോളേജിൽ നിന്ന് പെർമിഷൻ കിട്ടി. സെയിം കളറിലുള്ള എന്നാൽ വേറെ മെറ്റീരിയലുള്ള സാരി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സാരി എൻ്റെ യൂണിഫോം ആക്കിയത്. അങ്ങനെ നാളത്തേക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ എക്സാം ദിവസമാണെന്ന്. രാവിലെ എണീറ്റ് കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കാനായിട്ട് പോവാണ്. ഇന്നും ഉഴുന്നുദോശയും പിന്നെ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോളേജിലേക്ക് അനി ആക്കി തരികയാണ്. സെബിക്കും എക്സാംസ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഓന് കാസർഗോഡ് പോയി. കാസർഗോഡാണ് സെബി പഠിക്കുന്നത്. പിന്നെ നമ്മളെ കൂടെ കസിനും വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അനി അവിടെ എക്സാം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ കസിൻ്റെ അനിയനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെയാണ് പോണത്. ലാസ്റ്റായിട്ട് എല്ലാം ഒന്ന് വായിച്ച് നോക്കുകയാണ്. കോളേജ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കോളേജിൽ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് എല്ലാം ചെയ്തത്. കൈയെല്ലാം സാനിറ്റൈസ് ചെയ്തു ആദ്യം തന്നെ, ഹാളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ. പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും ഇതുപോലെ സാനിറ്റൈസ് ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സേഫ്റ്റിയിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്